യു.ഡി.എഫിലെ രണ്ടാമത്തെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗുമായി കോൺഗ്രസ് നേതൃത്വം ചില സീറ്റുകൾ വച്ചുമാറാൻ ഉദ്ദേശിക്കുന്നു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ലീഗിന് സാധ്യതയുള്ള ചില സീറ്റുകൾ കോൺഗ്രസിന്റെ കയ്യിലുണ്ട്. ഈ സീറ്റുകൾ ലീഗിന് നൽകി പകരം കോൺഗ്രസിന് സാധ്യതയുള്ള ചില സീറ്റുകളെ തിരിച്ചു വാങ്ങാനാണ് രണ്ട് പാർട്ടികളും തീരുമാനമെടുത്തിരിക്കുന്നത്. വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് നിലവിൽ മത്സരിക്കുന്ന ചില മണ്ഡലങ്ങൾ കോൺഗ്രസിനും കോൺഗ്രസ് മത്സരിക്കുന്ന ചില മണ്ഡലങ്ങൾ ലീഗിനും വിട്ടു നൽകുവാൻ ധാരണയായേക്കുമെന്നുള്ള സൂചനകളാണ് യു.ഡി.എഫ് മുന്നണി സംവിധാനത്തിൽ നിന്ന് ഇപ്പോൾ പുറത്തുവരുന്നത്. അത്തരത്തിൽ സീറ്റുകൾ വച്ചുമാറുമ്പോൾ കേരളത്തിൻ്റെ വടക്കൻ മേഖലയിൽ, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ മുൻതൂക്കമുള്ള മുസ്ലിം ലീഗിന് തെക്കൻ ജില്ലകളിലേക്ക് കടന്നുവരാനുള്ള ഒരു സാഹചര്യം യു.ഡി.എഫ് ഒരുക്കുമെന്നാണ് സൂചനകൾ. നിലവിൽ മുസ്ലിം ലീഗിന് വടക്കൻ മേധാവിത്വം ഉണ്ടെങ്കിലും തെക്കൻ ജില്ലകൾ അവർക്ക് ബാലികേറാം മലയാണ്. തെക്കൻ ജില്ലകളിൽ ഒരു സീറ്റെങ്കിലും ഇപ്പോൾ നേടുക എന്നുള്ളതാണ് മുസ്ലിം ലീഗ് ലക്ഷ്യം വയ്ക്കുന്നത്. അതായത് തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ